കറൻസി വിലയിടിവിനെ തുടർന്നുള്ള പ്രക്ഷോഭം ഇറാനിൽ രൂക്ഷമാവുകയാണ്. സർക്കാർ ഓഫീസുകളിൽ അതിക്രമിച്ചു കയറാനുള്ള പ്രക്ഷോഭകാരികളുടെ ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ തകർത്തു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒരു വനിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഫസാൻ നഗരത്തിലെ ഗവർണറേറ്റിലേക്ക് ഇരച്ചു കയറാനാണ് പ്രക്ഷോഭകാരികൾ ശ്രമിച്ചത്. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് വെടിവയ്പ് ഉണ്ടാവുകയും ചെയ്തു. 4 ദിവസമായി കറൻസി വിലയിടിവിനെ തുടർന്ന് ഇറാനിൽ പ്രക്ഷോഭം തുടരുകയുമാണ്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇറാനിൽ പ്രക്ഷോഭം കനക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെത്തിയ അവിടുത്തെ സാഹചര്യം? ഇറാനിൽ പ്രക്ഷോഭം കനക്കുകയാണ്. 4ാം ദിവസവും പ്രക്ഷോഭം തുടരുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാവുന്നതാണ്, പ്രക്ഷോഭം അതിശക്തമായി തുടരുന്ന ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഫാസ് എന്ന് പറയുന്ന മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ ഗവർണറേറ്റിലേക്ക് ഇരച്ചു കയറാനുള്ളൊരു നീക്കം പ്രക്ഷോഭകാരികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ആയി അത് മാറുന്നു എന്നൊരു സാഹചര്യവുമുണ്ട്. അതിനിടെ പോലീസ് ശക്തമായ പ്രതികരണം ഇക്കാര്യത്തോട് നടത്തുകയും വെടിവെപ്പ് നടക്കുകയും ചെയ്തു. ഇന്നലെ വെടിവെപ്പ് നടന്നതിന് പിന്നാലെ ഒരു വനിതയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള കലാപം തന്നെയാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാനും സാധിക്കുന്നത്. അതേസമയം ഇറാൻ്റെ ആത്മീയ നേതാവാകട്ടെ, ഇറാൻ്റെ ഭരണകൂടമാകട്ടെ, ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നത് ശത്രുരാജ്യത്തിന് വേണ്ടിയുള്ളൊരു പ്രക്ഷോഭമാണ് എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വന്തം പൗരന്മാർക്കെതിരെ അതിശക്തമായ ഒരു പ്രതികരണം നടത്തുന്ന, അല്ലെങ്കിൽ ഒരു സായുധ ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് ഇറാൻ പോകുന്നൊരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 420 ഇന്ത്യൻ രൂപയ്ക്ക് സമമാണ് ഒരു ഇറാനിയൻ റിയാൽ എന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അതായത് അത്ര കണ്ട് വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം അവിടെ ഉണ്ടാകുന്നു. വലിയ തോതിൽ 42,000 രൂപയൊക്കെയാണ് ഒരു ഡോളറിന് പകരമായി നൽകേണ്ട, അല്ലെങ്കിൽ ഡോളറിൻ്റെ വില എന്നൊരവസ്ഥയിലേക്കൊക്കെ ഇറാൻ എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഉൽപ്പാദനം തകർന്നതും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യങ്ങൾ തകർന്നതും വൻതോതിലുള്ള ആക്രമണം അന്ന് ഇറാനെതിരെ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് അമേരിക്ക ബീറ്റ് ബോംബറുകളൊക്കെ ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം ആണവ കേന്ദ്രങ്ങളിൽ നടത്തുകയും ആ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ തകരുകയും ചെയ്തതോടെ വലിയ തോതിലൊരു ബാധ്യതയിലേക്ക് ഇറാൻ ചെല്ലുകയും വൈദ്യുതോൽപാദനത്തിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു കുറവ് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെ ഉൽപ്പാദനം പ്രതികൂലമായി ബാധിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ഘടകങ്ങളും, അതായത് പണപ്പെരുപ്പവും നിരോധനവും അതുപോലുള്ള വിവിധങ്ങളായ വിഷയങ്ങളെല്ലാം, പണപ്പെരുപ്പത്തെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളും ഒന്നിച്ചു വന്നൊരു സാഹചര്യത്തിൽ വൻതോതിൽ പണപ്പെരുപ്പം ഉണ്ടാവുകയും ജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് ജനങ്ങൾ വലിയ തോതിൽ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത്. ആദ്യം അത് കച്ചവടക്കാരിൽ നിന്നാണ് ആരംഭിച്ചത് എങ്കിൽ കൂടി വലിയ തോതിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ വീണ്ടും സാധാരണക്കാരിലേക്കും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സർക്കാർ ഓഫീസുകൾ കയ്യേറുന്നത് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അതിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നതിനുൾപ്പെടെയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സൈനിക സംവിധാനമൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ ക്രമസമാധാന നില നിയന്ത്രിക്കുന്നതിൽ കുറേയൊക്കെ ശക്തമായി ഇടപെടാൻ ഇറാന് സാധിക്കുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് വലിയ രീതിയിലുള്ള അറബ് വിപ്ലവം, അറബ് വസന്തമൊക്കെ പോലെയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമായി വളരുമോ എന്ന് നിലവിലെ സാഹചര്യത്തിൽ പറയാനാവില്ല. എങ്കിൽ കൂടി 4 ദിവസമായി തുടർച്ചയായി ഒരു പ്രത്യേക കാരണത്തിൻ്റെ പിന്നിൽ ശക്തമായി രാഷ്ട്രീയമായി സംഘടിക്കാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമല്ലാത്ത ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്നത് സ്വാഭാവികമായും ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന, അതായത് 2020 ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പല പ്രക്ഷോഭങ്ങളുടെയും ഒരു സ്വഭാവം അതിനുണ്ട് എന്നും നിരീക്ഷിക്കാവുന്നതാണ്. രാഖി.